ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2 കഷ്ണം കാർഡ്ബോർഡ് കൊണ്ടാണ്. ഇതുകൊണ്ട് ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്താലോ? ഞാനിപ്പോൾ ഇതാ 2 കാർഡ്ബോർഡുകളിലും ഇതുപോലെ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ വട്ടം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഈ കാർഡ്ബോർഡ് ഇതാ ഈ രൂപത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടിയെടുത്ത കാർഡ്ബോർഡുകൾ രണ്ടും തമ്മിൽ ചേർത്തൊന്ന് ഒട്ടിക്കാൻ പോവുകയാണ്. അതിലോട്ട് ആദ്യമേ പശ തേച്ച് കൊടുത്തു. എന്നിട്ട് അടുത്ത വട്ടം അതിൻ്റെ മുകളിലേക്ക് ചേർത്തും കൂടി വെച്ചു. എന്നിട്ട് എൻ്റെ കയ്യിലിതാ ഇങ്ങനത്തെ ഒരു വൂളൻ ത്രെഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഉടുപ്പൊക്കെ തുന്നാൻ എടുക്കില്ലേ, ആ നൂല് ഇതിൽ ചുറ്റി കൊടുക്കാൻ പോവാണ്. നൂലൊന്ന് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ കുറച്ച് പശ തേച്ചു. എന്നിട്ട് നൂലിൻ്റെ അറ്റം പൊട്ടിച്ചിട്ട് പതുക്കെ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ പതുക്കെ ചുറ്റിയെടുക്കുകയാണ്. ഈ വട്ടം മൊത്തം ചുറ്റിയെടുക്കും. നൂലെല്ലാം ചുറ്റി ഞാനിതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യം ഒരു ഫ്ലവർ എടുത്തു. അതിൻ്റെ 2 സൈഡിലായിട്ട് പശ ഇതുപോലെ തേച്ചു കൊടുത്തു. ഇനി അത് ഒട്ടിക്കാം. ഒട്ടിച്ചു കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്കായിട്ട് ലീവ്സും വെച്ച് കൊടുക്കാം. ഫൈനലി ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കൂ.